ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു നോർമൽ പാൻറ്റാണ്. അതിൻ്റെ മുകൾ ഭാഗമാണ് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതാ നമുക്ക് മടക്കി അടിക്കാനുള്ള ഇത്രയും ഭാഗം വിട്ട് നമ്മൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് താഴത്തേക്ക്. ഇതാ ഇനി നമ്മൾ ഈ തുണി നിവർത്തി വെച്ചിട്ട് മുകളിലേക്ക് മടക്കി അടിച്ചെടുക്കുകയാണ്. രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം. മോൾ ഭാഗം കൂടെ മടക്കി തയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ലൂപ്പ് നമുക്ക് വള്ളി ഇടാനായിട്ടുള്ള ഭാഗം ഓപ്പൺ ചെയ്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ താഴ്ഭാഗം പാൻറ്റ് ആദ്യം നമ്മൾ ക്രോച്ചിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. തുണികൾ നല്ല വശം തമ്മിൽ വെക്കുക. ക്രോച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചെടുക്കാം. ഇതാ രണ്ട് സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ രണ്ട് സൈഡും ക്രോച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഒരു വലിയ 3 പ്ലീറ്റ്സ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. രണ്ട് സൈഡിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ രണ്ട് സൈഡിലും നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന മുകൾ ഭാഗം ഇതുമായിട്ടൊന്ന് വെച്ച് നോക്കാം, കറക്റ്റ് ആണോ നോക്കാം. കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പാൻറ്റിൻ്റെ ഈ രണ്ട് സൈഡ് ഭാഗവും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്കിത് സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഭാഗവും നമ്മൾ ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് ഈ ഭാഗവും കൂടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഈ പ്ലീറ്റ്സ് ഇട്ട് നല്ല വശത്തേക്ക് ഇതിൻ്റെ നല്ല വശം വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഈ സെൻറ്റർ നമ്മൾ ക്രോച്ച് ജോയിൻ ചെയ്ത ഈ പോയിന്റിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ നീങ്ങി പോകുന്നില്ല, കറക്റ്റായിട്ട് തന്നെ നല്ല ഷേപ്പിൽ തന്നെ പാൻറ്റ് കിടന്നോളൂ. ഇപ്പം നമ്മൾ ഒരു റൗണ്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല ഭാഗത്തേക്ക് തിരിച്ചിടാം. എന്നിട്ട് മോൾ വശത്ത് വെച്ചിട്ട് ഒന്ന് പതിച്ചെടുക്കാം. ഒരു 1.25 ഇഞ്ചിലെ ഒരു ക്യാൻവാസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാകുമ്പം ഈ തുണി ഭയങ്കര സോഫ്റ്റായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ കാൽഭാഗം ഒന്ന് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ
ലെങ്ത്ത് വരുന്നത് 41 ഇഞ്ചിൻ്റെ. ഇതിൻ്റെ താഴത്തേക്കേ ഇത് നിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതാ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 2 സൈഡും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് 2 പാൻറ്റും. ഇനി ഇതേ നമ്മൾ ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുകയാണ്. ഇത് നമ്മൾ പാൻറ്റിൻ്റെ അടിഭാഗം അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 2 സ്ട്രെയിറ്റ് ലൈനും ഇങ്ങനെ സെൻറ്ററിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാനൊരു ഭംഗിയുണ്ടായിരിക്കും. ഇനി നമുക്കിത് ജോയിൻ ചെയ്തെടുത്താൽ നമ്മുടെ സ്റ്റിച്ചിങ് തീർന്നു. നമുക്കിത് ജോയിൻ ചെയ്തെടുക്കാം. 6.5 ഇഞ്ചാണ് നമ്മളിവിടെ റൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 6.5 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മോഡിലേക്ക് കൊണ്ടുപോകാം. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും തുണി ഇങ്ങനെ വലിച്ചു പിടിക്കരുത്. ഇതിൻ്റെതാ നമ്മുടെ ഈ ഭാഗങ്ങൾ രണ്ടും തമ്മിൽ നമ്മൾ ക്രോച്ചിൻ്റെ ഈ 2 ഭാഗങ്ങളും ചേർത്ത് വെച്ചിട്ട് ഇതിങ്ങനെ ഫ്രീ ആയിട്ട് തയ്ച്ചെടുക്കാം. വലിച്ചെടുക്കും തോറും ഈ ക്രോച്ചിൻ്റെ ഭാഗം തമ്മിൽ അങ്ങോട്ട് അകന്നു പോകും. അതില്ലാണ്ടിരിക്കാനാണ് അങ്ങനെ പറയുന്നത്. ഇതപ്പോൾ നമ്മുടെ പാൻറ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ താഴെ നിന്ന് മുകളിലേക്ക് പോകും തോറും വീതി കുറച്ച് കൊണ്ടുവരാം. അവിടെ നിന്ന് 1.5 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ മുകളിലേക്ക് പോരും തോറും ആ വീതി കുറച്ച് വേണം കൊണ്ടുവരാൻ. ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരു 1/2 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ ഈ ക്രോച്ച് രണ്ടും സെയിം ആയിരിക്കണം. അത് മാത്രമേ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതും കറക്റ്റ് അളവിൽ തന്നെ കിട്ടും. ഇനി പാൻറ് കുറച്ച് ഷേപ്പായിട്ട് നിൽക്കണം എന്നുള്ളവർക്ക് ഇവിടെ നിന്ന് ഒരു 6 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. ഒരു 7 ഇഞ്ച് വരെ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടേക്ക് എത്രയാണോ വേണ്ടത്, ഒരു 7 ഇഞ്ച് മതി എന്നുണ്ടെങ്കിൽ ചിലർക്ക് കണ്ടിട്ടില്ല ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ തയ്ച്ചെടുത്താൽ മതിയായിരിക്കും.